EE 482 Management and Auditing the third lecture series, fifth module. Introduction to cogeneration and types of cogeneration. What do you mean by cogeneration? Nothing but a combined heat and power CHP. That is combined heat and power and CHP. It's a combined generation of heat and power. Cogeneration or combined heat and power. It is nothing but the combined generation of heat and power. It is not a single technology, but an integrated energy system. Cogeneration first involves producing power normal അതായത് specific fuel source such as natural gas, biomass അതിൽ generate ചെയ്യും. During fuel combustion, cogeneration captures the excess heat. അപ്പോൾ ഈ fuel combust ചെയ്യുമ്പോൾ generation നടക്കുമ്പോൾ power production നടത്തുമ്പോൾ fuel combust ഉണ്ടാവും. അവിടെ excess ആയിട്ട് വരുന്ന heat എന്ത് ചെയ്യും? അത് normal conditionൽ waste ആയി പോകും. cogeneration വഴിയാകുമ്പോൾ അത് എന്ത് ചെയ്യും? collect. That captured heat can be used to boil water, create steam, and heat buildings, etc. For instance, in the oil sands, steam is required to produce bitumen. By using cogeneration, energy companies can simultaneously produce steam for production and electricity on site. അപ്പോൾ ഇത് രണ്ടും കൂടി ഒപ്പം നടക്കും. So by minimizing waste, cogeneration plants generally convert 70 to 80% of the fuel source into usable energy. In comparison with conventional energy, it is only 45%. അപ്പോൾ ഈ വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെച്ചങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. When the heat captured is used to produce electricity, the process is referred to as combined cycle. Cogeneration provides a wide range of technology for application in various domains of economic activities. Okay, the overall efficiency will be about 85%. Maybe in some cases it will be above 85%. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ 24 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജിയാണ് കോജനറേഷനില്ലാതെ അവിടെ വേണ്ടത്. അതേപോലെ 34 യൂണിറ്റ്സ് ഓഫ് ഹീറ്റ് എനർജിയാണ് അവിടെ ആവശ്യമുള്ളത്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യണത് 100 യൂണിറ്റ്സ് ഓഫ് ഫ്യൂവൽ അപ്ലൈ ചെയ്യണം. കാരണം പവർ സ്റ്റേഷനിൽ 40% ആണ് 40% ആണ് എഫിഷ്യൻസി വരുന്നത്. അപ്പോൾ 40% എഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റേഷന് 60 യൂണിറ്റ്സ് അവിടെ എന്താണ് ആവശ്യമാണ്. ഹീറ്റിംഗ് ബോയിലറിന് 85% ആണ് എഫിഷ്യൻസി വരുന്നത്. അപ്പോൾ അവിടെ 34 ഹീറ്റ് യൂണിറ്റ് വേണമെങ്കിൽ പോലും ഫുൾ 85% ആകുമ്പോൾ അവിടുത്തെ യൂണിറ്റ് വരുന്നത് 60. അങ്ങനെ ടോട്ടൽ 60 + 40 100 യൂണിറ്റ് നമുക്ക് എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. പക്ഷെ ആക്ച്വലി നമുക്ക് ആവശ്യമുള്ളത് 24 34 ആണ്. എഫിഷ്യൻസി കാരണമാണ് അത് പോകുന്നത്. അപ്പൊ ടോട്ടൽ എനർജി ശരിക്കും ആവശ്യമുള്ളത് വരുന്നത് 58 ആണ്. ഫിഗറിൽ നോക്കിയാൽ കാണാം 24 + 34 it is 58. So 100 - 58 you will be a loss of 42. ഇനി ഒരു കോജനറേഷൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ പ്ലാന്റിന്റെ എഫിഷ്യൻസി 85% ആണ്. നമുക്ക് ഇലക്ട്രിസിറ്റി വേണ്ടത് 24ഉം ഹീറ്റ് വേണ്ടത് 34 ആണ്. അപ്പൊ 24 + 34 it is 58. ടോട്ടൽ എഫിഷ്യൻസി 85%. അപ്പൊ 85%ന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 68 ഫ്യൂവൽ മതി. 85% ആകുമ്പോൾ അപ്പൊ അവിടെ ലോസ് 10 വരുന്നുള്ളൂ. അപ്പൊ അത്രത്തോളം ലോസ് നമുക്ക് കുറക്കാൻ പറ്റും. Okay, along with the saving of fossil fuels, cogeneration also allows to reduce emission of greenhouse gases. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാ ഫ്യൂവൽസ് കത്തിക്കുന്നത് കുറയുന്നതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് എമിഷനും കുറയും. The production of electricity being on site, the burden on the utility network is reduced and the network transmission losses also eliminated. അതായത് നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്താൽ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ട്രാൻസ്മിഷൻ ലോസസ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ അവിടെ തന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോസസ് കുറക്കാൻ പറ്റും. കോജനറേഷൻ മേക്ക് സെൻസ് ഫ്രം ബോത്ത് മാക്രോ ആൻഡ് മൈക്രോ പ്രോസ്പെക്റ്റീവ്. രണ്ട് രീതിയിലുള്ള പ്രോസ്പെക്റ്റീവ്സ് ആണ് പറയുന്നത്. At the macro level, it allows a part of the financial burden of the national power utility to be shared by the private sector. In addition, indigenous energy sources are conserved. അപ്പോൾ നമുക്ക് കഴിഞ്ഞു പോകുന്ന സോഴ്സസ് നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് സെക്ടർ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മൈക്രോ ലെവൽ ദ ഓവറോൾ എനർജി ബിൽ ഓഫ് ദ യൂസേഴ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. മൈക്രോ ലെവലിൽ പറയുകയാണെങ്കിൽ ഓവറോൾ എനർജി ബില്ല് റെഡ്യൂസ് ചെയ്യും. പർട്ടിക്കുലർലി വെൻ ദർ ഇസ് എ simultaneous need for both power and heat at the site and a rational energy tariff is practiced in the country. Then types of cogeneration system. 3 types ആണ്. steam turbine cogeneration system, gas turbine cogeneration system, reciprocating engine cogeneration system.
Next is steam turbine cogeneration system. A steam generated power station is a power plant. അതൊരു type of power plant ആണ് where water after it's heated, നമ്മൾ water ആദ്യം ചൂടായി കഴിഞ്ഞ ശേഷം turns into steam ആവും and spins a steam turbine. അത് എന്ത് ചെയ്യും? steam turbine എന്ത് ചെയ്യും? spin ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? which derives an electrical generator. അപ്പോൾ അതിന്റെ ഇൻപുട്ട് ടൈം ഓവർ ആയിട്ട് എന്ത് ചെയ്യും? ഈ സ്റ്റീം ടർബൈനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് എന്തായിരിക്കും? ഈ ഹീറ്റ് ചെയ്ത വാട്ടർ സ്റ്റീം ആയി മാറിയതിന് ശേഷമാണ്. ആഫ്റ്റർ ഇറ്റ് പാസസ് ത്രൂ ദ ടർബൈൻ. അപ്പൊ ആ ഹീറ്റ് ആയിട്ടുള്ള സ്റ്റീം പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീം ഈസ് കണ്ടൻസ്ഡ്. സ്റ്റീം എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും ആൻഡ് റീസൈക്കിൾ ബാക്ക് ഇൻ ടു ദ സെയിം പ്ലേസ് വേർ ഇറ്റ് വാസ് ഒറിജിനലി ഹീറ്റഡ്. അപ്പൊ ആദ്യം എന്താ വെച്ചാൽ വാട്ടർ ഹീറ്റ് ചെയ്യും, എന്നിട്ട് സ്റ്റീം ആക്കും, എന്നിട്ട് സ്റ്റീം ടർബൈനെ കറക്കും. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവും. അപ്പൊ ആ സ്റ്റീം എന്ത് ചെയ്യും? കണ്ടൻസ് ആവും, അത് റീസൈക്കിൾ ചെയ്യും, എന്ത് ബാക്ക് എവിടെയാണോ കൊടുക്കുന്നത് അവിടെ കൊടുക്കും. ദിസ് സൈക്കിൾ ഈസ് നോൺ ആസ് റാങ്കിൻ സൈക്കിൾ. ഇതിന് റാങ്കിൻ സൈക്കിൾ എന്ന് പറയുന്നത് അതിന് പറയാൻ കാരണം വെച്ചാൽ ഇത് കണ്ടുപിടിച്ചത്, ഈ സിസ്റ്റം കണ്ടുപിടിച്ച എഞ്ചിനീയർ വില്യം റാങ്കിൻ എന്ന ഒരാളാണ്, ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, ഈ തിയറിയും പ്രോസസ്സൊക്കെ അയാളാണ് ഡെവലപ്പ് ചെയ്തത്. ഓൾമോസ്റ്റ് ഓൾ ലാർജ് സ്കെയിൽ സ്റ്റീം കോജനറേഷൻ പവർ പ്ലാന്റ്സ് ടുഡേ സ്റ്റിൽ അഡോപ്റ്റ് ദിസ് സിസ്റ്റം steam cycle in order to operate the turbines efficiently and provide high levels of constant electrical power generation. High levels of constant ആയിട്ട് electrical power generate ചെയ്യാനും അതുപോലെ എഫിഷ്യന്റ് ആയിട്ട് ടർബൈൻസ് ഇതാക്കാനും ഇതേ സിസ്റ്റം തന്നെയാണ് ഒരുവിധം എല്ലാ ലാർജ് സ്കെയിൽ സ്റ്റീം ജനറേറ്റിംഗ് സ്റ്റേഷനും അഡോപ്റ്റ് ചെയ്യുന്നത്. Two types of steam turbine systems mostly wide used are രണ്ട് ടൈപ്പ്, back pressure and extraction condensing type. Okay, the choice between both turbine depends mainly on the quantities of power and power, heat and economic factors. നമ്മൾക്ക് വേണ്ട പവർ എത്ര, ഹീറ്റ്, അതുപോലെ എക്കണോമിക് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഇതിന്റെ ചോയ്സ് ഡിസൈഡ് ചെയ്യുന്നത്. Then in a back pressure turbine, the outlet of the turbine outlet, it is connected to the header that distributes steam to the various process. അതൊരു ഹെഡറിലോട്ടാണ് കൊടുക്കുന്നത്. ആ ഹെഡർ ആണ് എന്ത് ചെയ്യുന്നത്? സ്റ്റീം വേരിയസ് പ്രോസസ്സിന് വേണ്ടി കൊടുക്കുന്നത്. ബട്ട് ഇൻ എ കണ്ടൻസിങ് ടർബൈൻ, നമ്മൾ ബാക്ക് പ്രഷർ ടർബൈൻ എന്നാണ്. കണ്ടൻസിങ് ടർബൈൻ, ദ ഔട്ട്ലെറ്റ് സ്റ്റീം ഈസ് സെൻഡ് ടു എ കണ്ടൻസർ. ഈ ഔട്ട്ലെറ്റ് വരുന്ന സ്റ്റീം എന്ത് ചെയ്യും? കണ്ടൻസറിലോട്ട് കൊടുക്കും, ഓപ്പറേറ്റിംഗ് അണ്ടർ വാക്വം. These simple back pressure or condensing turbines are typically only used in simple steam systems. Simple steam systems ഇത് രണ്ടും യൂസ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് സ്ലൈഡിൽ ഫിഗർ ഉണ്ട്. ഓക്കെ, ഇൻ മോർ കോംപ്ലക്സ് അപ്ലിക്കേഷൻ മൾട്ടിപ്പിൾ ബാക്ക് പ്രഷർ ടർബൈൻസ് ക്യാൻ ബി കമ്പൈൻഡ് ഇൻ സീരീസ് ടു ഫോം എ സിംഗിൾ ടർബൈൻ വിത്ത് മൾട്ടിപ്പിൾ സ്റ്റീം ഔട്ട്ലെറ്റ്സ്. അപ്പോൾ മൾട്ടിപ്പിൾ മോർ കോംപ്ലക്സ് ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യും വെച്ചാൽ മൾട്ടിപ്പിൾ ബാക്ക് പ്രഷർ ടർബൈൻസ് കമ്പൈൻ ചെയ്തിട്ട് സീരീസ് ആയിട്ട് വെക്കും. അപ്പൊ കാണുമ്പോൾ ഒരു സിംഗിൾ ടർബൈൻ ആയിട്ട് ടു ഫോം എ സിംഗിൾ ടർബൈൻ വിത്ത് മൾട്ടിപ്പിൾ സ്റ്റീം ഔട്ട്ലെറ്റ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റീം ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും. ടർബൈൻസ് വിത്ത് മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ് പോർട്സ് ആർ കോൾഡ് എക്സ്ട്രാക്ഷൻ ട്യൂബ്സ്. ടർബൈൻസ് വിത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റ് ഉള്ള പോർട്സിനാണ് നമ്മൾ എക്സ്ട്രാക്ഷൻ ടർബൈൻസ് ആണ്. സോറി, these are frequently used for cogeneration because they allow steam to be extracted to one or more intermediate points in the turbine casing. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റീം എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേറെ കോജനറേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. കാരണം പല ഇന്റർമീഡിയറ്റ് പ്രോസസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റീമിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. Another type of steam turbine used in CHP, that is combined heat power generation applications, is called extraction turbine. Extraction turbine ആണ് other type steam turbine. In this turbine, steam is extracted from the turbine. Turbine extract ചെയ്യും at some intermediate pressure. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ intermediate pressure എന്ത് ചെയ്യും? ഇത് extract ചെയ്യും. This steam can be used to meet the facilities steam need. അപ്പൊ ഇന്റർമീഡിയറ്റ് പ്രഷർ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ദ റിമൈനിങ് സ്റ്റീം ഈസ് എക്സ്പാൻഡഡ് ഫർദർ ആൻഡ് കണ്ടൻസ്ഡ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇന്റർമീഡിയറ്റ് സ്ഥലത്തു നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേറെ എന്താണ് ആവശ്യങ്ങൾക്ക് അതിന് യൂസ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യും? ബാക്ക് ആയിട്ട് കൊടുക്കും. എക്സ്ട്രാക്ഷൻ ടർബൈൻസ് ക്യാൻ ആൾസോ ആക്ട് ആസ് അഡ്മിഷൻ ടർബൈൻസ്. അഡ്മിഷൻ ടർബൈൻ എന്ന് പറഞ്ഞിട്ടും ആക്ട് ചെയ്യും. ഇത് ഇൻ അഡ്മിഷൻ ടർബൈൻസ് അഡീഷണൽ സ്റ്റീം ഈസ് ആഡഡ് ടു ദ ടർബൈൻ അറ്റ് സം ഇന്റർമീഡിയറ്റ് പോയിന്റ്. അപ്പോൾ എക്സ്ട്രാക്ഷൻ ടർബൈനിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അഡീഷണൽ സ്റ്റീം എമർജൻസി ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് വണ്ണ് ബാക്ക് പ്രഷർ ടർബൈൻ്റെ ഫിഗറും കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് വണ്ണ് എക്സ്ട്രാക്ഷൻ കണ്ടൻസിങ് ടർബൈൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ മതി, നമ്മൾ പറഞ്ഞു ടർബൈൻ്റെ ഔട്ട്ലെറ്റ് സ്റ്റീമിലോട്ട് കൊടുക്കുന്നതാണ്, സ്റ്റീമിലോട്ട് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ പ്രോസസ്സിൽ കൂടെയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിൽ കൂടെയും കൊടുക്കുന്നുണ്ട്, അതേപോലെ കണ്ടൻസറിൽ കൂടെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ശരിക്കും ഇത് സ്റ്റീമാണ് അതിന്റെ ടർബൈന്
കറക്കണത്. അപ്പൊ അതിനെ കറക്കാൻ വേണ്ടി ഫീഡ്ബാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് കണ്ടൻസ് ചെയ്തത് എന്ത് ചെയ്യാണ്, നിങ്ങൾ ഫസ്റ്റ് ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ ടർബൈൻ്റെ താഴത്ത് കൂടെ പ്രോസസറിൽ കൂടെ കൊടുത്ത് ബോയിലറിൽ കൂടെ അതായിട്ട് ഫ്യൂൽ അടക്കാക്കിയിട്ട് എന്ത് ചെയ്യും, സ്റ്റീമിലോട്ട് കൊടുക്കും. മറ്റേതിൽ എന്ത് ചെയ്യും വെച്ചാൽ രണ്ട് വഴി ഫീഡ്ബാക്ക് ചെയ്യും, കണ്ടൻസർ വഴിയും ചെയ്യും, പ്രോസസ്സ് വഴിയും ചെയ്യും. ഇനി അനദർ വേരിയേഷൻ ഓഫ് ദ സ്റ്റീം ടർബൈൻ ടോപ്പിംഗ് സൈക്കിൾ. ഈ ടോപ്പിംഗ് സൈക്കിൾ എന്താണെന്ന്, ഇൻ എ ടോപ്പിംഗ് സൈക്കിൾ ദ ഫ്യൂൽ സപ്ലൈഡ് ഈസ് യൂസ്ഡ് ടു ഫസ്റ്റ് പ്രൊഡ്യൂസ് പവർ. ഫ്യൂൽ സപ്ലൈ ചെയ്ത് ആദ്യം എന്ത് ചെയ്യും, പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കും. ആൻഡ് ദെൻ തെർമൽ എനർജി, എന്നിട്ട് എന്ത് ചെയ്യും, തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഈസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ സൈക്കിൾ ആൻഡ് ഈസ് യൂസ്ഡ് ടു സാറ്റിസ്ഫൈ പ്രോസസ് ഹീറ്റ് ഓർ അതർ തെർമൽ റിക്വയർമെന്റ്. അപ്പൊ ടോപ്പിംഗ് സൈക്കിൾ ആദ്യം എന്ത് വെച്ചാൽ ഫ്യൂൽ എക്സ്ട്രാക്ട് ചെയ്തതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരു തെർമൽ എനർജിയും കിട്ടും. അത് എന്ത് ചെയ്യും, നമ്മൾ വേറെ പ്രോസസ്സിന് വേണ്ടി തെർമൽ റിക്വയർമെന്റ്സിന്റെ പ്രോസസ്സിന് വേണ്ടി ഹീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ടോപ്പിംഗ് സൈക്കിൾ കോജനറേഷൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മെത്തഡ് ഓഫ് കോജനറേഷൻ. ഈ ടോപ്പിംഗ് സൈക്കിൾ ആണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കോജനറേഷൻ വരുന്നത്. അപ്പോൾ അനദർ വേരിയേഷൻ ഓഫ് ദ സ്റ്റീം ടർബൈൻ ടോപ്പിംഗ് സൈക്കിൾ കോജനറേഷൻ സിസ്റ്റം ഈസ് ദ എക്സ്ട്രാക്ഷൻ ബാക്ക് പ്രഷർ ടർബൈൻ ദാറ്റ് ക്യാൻ ബി എംപ്ലോയ്ഡ് where the end user needs thermal energy at two different temperature level. രണ്ട് different temperature level നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. The full condensing steam turbines are usually incorporated at sites where heat rejected from the process is used to generate power. The specific advantage of using steam turbines in comparison with the other prime movers is the option for using a wide variety of conventional as well as alternative fuels such as coal, natural gas, fuel oils, biomass. ഈ സ്റ്റീം ടർബൈൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അതിന്റെ പ്രൈം മൂവറിന്റെ ഫ്യൂൽ ആയിട്ട് നമുക്ക് ആൾട്ടർനേറ്റീവ് ഫ്യൂൽസ് ആയിട്ട് കോളോ, നാച്ചുറൽ ഗ്യാസോ, ഫ്യൂൽ ഓയിലോ, ബയോമാസോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. The power generation efficiency of the cycle may be sacrificed to some extent in order to optimize heat supply. ഈ പവർ ജനറേഷന്റെ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, നമ്മൾ സാക്രിഫൈസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇൻ ഓർഡർ ടു ഒപ്റ്റിമൈസ് ഹീറ്റ് സപ്ലൈ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. In back pressure cogeneration plant, there is no need for large cooling towers. In back pressure cogeneration system, large cooling towers ആവശ്യമില്ല. Steam turbines are mostly used where the demand for the electricity is greater than 1 megawatt or up to a few hundreds of megawatt. അപ്പോൾ സ്റ്റീം ടർബൈൻസ് നോർമലി യൂസ് ചെയ്യുന്നത് 1 മെഗാവാട്ടിന്റെ കൂടുതലും അപ് ടു ഫ്യൂ മെഗാവാട്ടിന്റെ വരെ ഉള്ളതിനും ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗ്യാസ് ടർബൈൻ കോജനറേഷൻ സിസ്റ്റം. ഇത് ഒരു കോജനറേഷൻ സിസ്റ്റം ഗ്യാസ് അതിന്റെ ടർബൈൻ ഡ്രൈവ് ചെയ്യാൻ ഗ്യാസ് യൂസ് ചെയ്യുക പ്രൈമറി എനർജി ആയിട്ട്. എന്നിട്ട് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് സെക്കൻഡറി എനർജി, ഇലക്ട്രിസിറ്റി, ഹീറ്റ് എനർജി അങ്ങനെ വരുന്നതിനാണ് നമ്മൾ ഗ്യാസ് ടൈപ്പ് കോജനറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഗ്യാസ് ടർബൈൻ കോജനറേഷൻ സിസ്റ്റം ഫ്യൂൽ ഈസ് യൂസ്ഡ് ആസ് എ പ്രൈമറി എനർജി ഫ്യൂൽ യൂസ് ചെയ്തു. മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് എനർജി ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു യൂസ് എനർജി മോർ എഫക്റ്റീവ്ലി. അപ്പോൾ അവിടെ electricity produce ചെയ്യുന്നുണ്ട്, heat produce ചെയ്യുന്നുണ്ട്. Furthermore, the system curbs nitrogen oxide production and reduces environmental impact by using a gas turbine as the drive source. അപ്പോൾ ഗ്യാസ് ടർബൈൻ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറക്കാൻ പറ്റും. Just like a diesel or gasoline engine, a gas turbine is a type of internal combustion engine and operates using the cycle of intake, combustion, എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻടേക്കിന്റെ ആരോ കാണാം, അത് കഴിഞ്ഞിട്ട് കംപ്രഷൻ കാണാം, അത് കമ്പസ്റ്റൻ കാണാം, അത് കഴിഞ്ഞിട്ട് എക്സോസ്റ്റ് കാണാം. എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വൺ മേജർ ഡിഫറൻസ് ഹവർ ഈസ് ദ ബേസിക് മൂവ്മെന്റ്. ഇതിന്റെ ബേസിക് മൂവ്മെന്റ് ആണ് ഏറ്റവും വലിയ ഡിഫറൻസ്. എ ഗ്യാസ് ടർബൈൻ ഈസ് എ റോട്ടറി മൂവ്മെന്റ് ഇൻ കോൺട്രാസ്റ്റ് ടു ദ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് ഓഫ് എ reciprocating engine. The basic principle of gas turbine is shown in the diagram below. First, air is compressed. First, air compressed by a compressor. മുകളിൽ കാണാം, ആ ഫിഗറിന്റെ മുകളിൽ കാണാം compressor. And this compressed air is guided into the combustor. ഈ air എന്ത് ചെയ്യും, കമ്പസ്റ്ററിലോട്ട് കൊടുക്കും. Here, fuel is continuously combusted to produce gas at a high temperature and pressure. ഇവിടെ എന്ത് ചെയ്യും, fuel continuously combust ചെയ്തുകൊണ്ടിരിക്കും to produce gas at high temperature and pressure. What a gas turbine for industry does is the gas produced by the in the combustor is expanded in the turbine. അതെന്ത് ചെയ്യും, ടർബൈനിൽ എക്സ്പാൻഡ് ചെയ്യും. A veined rotor made by attaching multiple blades to a round disc. അങ്ങനെയാണ് ആ ടർബൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. And as a result, the rotational energy which operates the compressor at the previous stage is produced. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു റൊട്ടേഷണൽ എനർജി ഉണ്ടാവും. The remaining energy is delivered with an output shaft.
റിമൈനിങ് എനർജി എന്ത് ചെയ്യും, അങ്ങനെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ കൂടെ ഡെലിവർ ചെയ്യും. The gas turbine cogeneration systems can produce all or a part of the energy requirement of the site. നമുക്ക് ഗ്യാസ് ടർബൈൻ കോജനറേഷൻ സിസ്റ്റം വെച്ചിട്ട് മുഴുവനായിട്ടും അല്ലെങ്കിൽ കുറച്ച് പോർഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ എനർജി റിലീസ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ ദ എക്സോസ്റ്റ് സ്റ്റാക്ക് റിലീസ് ചെയ്യുന്ന എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ ബി റിക്വയർഡ് ഫോർ വേരിയസ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഫിഗർ ഇത് സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഗ്യാസ് ടർബൈൻ കോജനറേഷൻ. ഇത് നോക്കി കഴിഞ്ഞാൽ ബോയിലർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്ലൂ ഗ്യാസ് വരുന്നുണ്ട് 500°C. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദോ നാച്ചുറൽ ഗ്യാസ് ഈസ് മോസ്റ്റ് used, other fuels such as light fuel oil or diesel can also be employed. Typical range of gas turbine എന്ന് പറഞ്ഞാൽ megawatt to 100 megawatt ആണ്. Next one, reciprocating engine cogeneration system. It is also known as internal combustion engines, IC. Internal combustion engine എന്ന് പറയുന്നത് IC. This cogeneration system have high power generation efficiencies in comparison with other prime movers. നമ്മൾ പറഞ്ഞ ബാക്കി ലൈൻ വെച്ചിട്ട് high power generation efficiency ആണ്. There are two sources of heat for recovery. Exhaust gas at a high temperature and engine jacket cooling water system at a low temperature. രണ്ട് ടൈപ്പ് ഹീറ്റ് ഉണ്ട് ഇവിടെ റിക്കവറി ചെയ്യാൻ. അത് ഒന്നാണ് എക്സോസ്റ്റ് ഗ്യാസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, അത് മേലേക്ക് പോവും. ആൻഡ് എൻജിൻ ജാക്കറ്റ് കൂളിംഗ് വാട്ടർ സിസ്റ്റം. അപ്പോൾ ആ എൻജിൻ ജാക്കറ്റ് കൂളിംഗ് വാട്ടർ സിസ്റ്റത്തിൽ നിന്നും എന്തുണ്ടാവും, നമുക്ക് റിക്കവറി കിട്ടും. ആസ് ഹീറ്റ് റിക്കവറി ക്യാൻ ബി ക്വൈറ്റ് എഫിഷ്യൻറ്റ് ഫോർ സ്മോളർ സിസ്റ്റം, ദി സിസ്റ്റംസ് ആർ മോർ പോപ്പുലർ വിത്ത് സ്മോളർ എനർജി കൺസ്യൂമിംഗ് ഫെസിലിറ്റീസ്. ഇത് സ്മോളർ സിസ്റ്റത്തിന് നല്ല നമുക്ക് ഏറ്റവും പോപ്പുലർ ആണ്. പർട്ടിക്കുലർലി ദോസ് ഹാവിംഗ് എ ഗ്രേറ്റർ നീഡ് ഫോർ ഇലക്ട്രിസിറ്റി ദാൻ തെർമൽ എനർജി. നമുക്ക് തെർമൽ എനർജിനെക്കാട്ടും കൂടുതൽ ഇലക്ട്രിസിറ്റി ആണ് ആവശ്യമുള്ളതെന്നുള്ളത് നമുക്കിത് യൂസ് ചെയ്യാം. വേർ ദി ക്വാളിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ഈസ് നോട്ട് ഹൈ. അവിടുത്തെ ഹീറ്റ് ക്വാളിറ്റി അത്ര കുഴപ്പമില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂസ് ചെയ്യാം. ലോ പ്രഷർ സ്റ്റീം ഓർ ഹോട്ട് വാട്ടർ ആണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോജനറേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് കോജനറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ടോപ്പിംഗ്, രണ്ടാമത്തെ ബോട്ടമിംഗ് സൈക്കിൾ. അപ്പോൾ ടോപ്പിംഗ് സൈക്കിൾ എന്ന് പറയും, ബോട്ടമിംഗ് സൈക്കിൾ. കോജനറേഷൻ സിസ്റ്റം ആർ നോർമലി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ സീക്വൻസസ് ഓഫ് എനർജി യൂസ്. അതായത് ഫസ്റ്റ് പവർ ആണോ ജനറേറ്റ് ചെയ്യേണ്ടത്, എന്നിട്ട് ഹീറ്റ് ആണോ, അല്ലെങ്കിൽ ഹീറ്റ് ആണോ പവർ, അതിനനുസരിച്ചിട്ടാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഓപ്പറേറ്റിംഗ് സ്കീംസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ടോപ്പിംഗ് സൈക്കിൾ, ബോട്ടമിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ടോപ്പിംഗ് സൈക്കിൾ, in a topping cycle the fuel supplied is used to produce power and then thermal energy. നമ്മൾ നേരത്തെ പറയുന്നത്, which is the byproduct of the cycle and is used to satisfy process heat or thermal requirement. Thermal requirement process heat എന്തിനാ വേണ്ടത് വെച്ചാൽ അതിന്റെ byproduct ആയിട്ട് heat use ചെയ്യും. Topping cycle cogeneration is widely used and is the most popular method for cogeneration. Four types of topping cycle cogeneration system are briefly explained. ടൈപ്സ് ഓഫ് ടോപ്പിംഗ് സൈക്കിളിൽ ഫസ്റ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യും വെച്ചാൽ, ഈ ഫിഗറിൽ നമ്മൾ പറയാൻ പറ്റുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഗ്യാസ് ടർബൈൻ ഓർ ഡീസൽ എഞ്ചിൻ പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ പവർ ഫോളോഡ് ബൈ എ ഹീറ്റ് റിക്കവറി ബോയിലർ. അപ്പോൾ ആദ്യം നമുക്ക് പറയാൻ പറ്റും, ഫസ്റ്റ് താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മെക്കാനിക്കൽ പവർ ജനറേറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, നമ്മളുടെ സ്റ്റീം സിസ്റ്റത്തിന്റെ സെക്കൻഡിലുള്ള ഹീറ്റ് റിക്കവറി വേണ്ട സ്റ്റീം ജനറേറ്ററിലേക്ക് കൊടുക്കും. ഹീറ്റ് റിക്കവറി അല്ല, സ്റ്റീം ജനറേറ്ററിൽ കൊടുക്കും. അപ്പൊ അവിടുത്തെ സ്റ്റീം ടർബൈൻ എന്ത് ചെയ്യും, അത് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ദിസ് ഇസ് കോൾഡ് കമ്പൈൻഡ് സൈക്കിൾ ടോപ്പിംഗ് സിസ്റ്റം. Second type of system burns fuel, any type of fuel, either fuel burns to produce high pressure steam that then passes through a steam turbine to produce power, with the exhaust provides low pressure process steam. This is a steam turbine topping system. അപ്പോൾ ഫസ്റ്റ് എന്ത് വെച്ചാൽ, സെക്കൻഡ് ടൈപ്പിൽ എന്ത് വെച്ചാൽ, സ്റ്റീം ബേൺ ചെയ്തിട്ട് അതൊരു സ്റ്റീം ബേൺ ചെയ്തിട്ട് ഫ്യൂൽ ആണ് ടു പ്രൊഡ്യൂസ് ഹൈ പ്രഷർ സ്റ്റീം. സ്റ്റീം ബേൺ ചെയ്തിട്ട് ഹൈ പ്രഷർ സ്റ്റീം ഉണ്ടാക്കും. ദെൻ പാസസ് ത്രൂ എ സ്റ്റീം ടർബൈൻ. എന്നിട്ട് എന്ത് ചെയ്യും, ആദ്യം സ്റ്റീം ബേൺ ചെയ്യും, എന്നിട്ട് ഹൈ പ്രഷർ സ്റ്റീം നമ്മൾ ആ എയറോട്ട് നോക്കിയോടത്ത് കൂടെ കണ്ടു കഴിഞ്ഞാൽ ഹൈ പ്രഷർ സ്റ്റീമിൽ പോവും. അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റീം ഹൈ പ്രഷറിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ടർബൈൻ എന്ത് ചെയ്യും, തിരിച്ചിട്ട് എന്ത് ചെയ്യും, ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് ചെയ്യും, ലോ പ്രഷർ സ്റ്റീമും കൂടി വരും. This is a steam turbine topping system. Then third type, it employs heat recovery from an engine exhaust and or jacket cooling system following through a heat recovery boiler where it is converted to process steam, hot water for
further use. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഹീറ്റ് റിക്കവറി ഫ്രം എൻജിൻ എക്സോസ്റ്റ് ഓർ ജാക്കറ്റ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജനറേറ്റർ ഉണ്ട്. ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഡീസൽ ഓയിൽ ഗ്യാസ് ഓയിൽ ഉണ്ട്. അവിടുന്ന് കൂളിംഗ് ടവർ ജാക്കറ്റിലോട്ട് കൂളിംഗ് വാട്ടർ കൊടുത്തിട്ട് അവിടുന്ന് കൂളിംഗ് വാട്ടർ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി എന്ത് ചെയ്യും, ഹോട്ട് വാട്ടർ ജനറേറ്റ് ചെയ്യും. അതേപോലെ വേസ്റ്റ് ഹീറ്റ് റിക്കവർ ചെയ്ത് എന്ത് ചെയ്യും, സ്റ്റീമായിട്ട് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഇതെന്ത് ചെയ്യും, പ്രോസസ് ടീമിലോട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. അതായത് എ തേർഡ് ടൈപ്പ് എംപ്ലോയ്സ് ഹീറ്റ് റിക്കവറി ഫ്രം ആൻ എൻജിൻ എക്സോസ്റ്റ് ഓർ ജാക്കറ്റ് കൂളിംഗ് സിസ്റ്റം. ഈ ജാക്കറ്റ് കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് റിക്കവറി ചെയ്യും. അതേപോലെ അത് എന്നിട്ട് എന്ത് ചെയ്യും, നേരെ ഹീറ്റിങ്ങിനും ഹോട്ട് വാട്ടർ സപ്ലൈക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് കൊടുക്കും. സൈക്കിളിലെ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ടർബൈൻ ടോപ്പിംഗ് സിസ്റ്റം. നാച്ചുറൽ ഗ്യാസ് ടർബൈൻ ഡ്രൈവ്സ് എനർജി. ഇവിടുത്തെ ടർബൈൻ എന്ത് ചെയ്യും, ഒരു നാച്ചുറൽ ഗ്യാസ് ഡ്രൈവ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. The exhaust gas goes to heat recovery boiler that makes process steam and process heat. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന എക്സോസ്റ്റ് ഗ്യാസ് എന്ത് ചെയ്യും, നേരെ എന്ത് ചെയ്യും, ഹീറ്റ് റിക്കവറി ബോയിലറിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഫിഗറിൽ ഫസ്റ്റ് എയർ, നാച്ചുറൽ എയർ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഫ്യൂവലും കൂടി കൊടുത്തിട്ട് ജനറേറ്റർ റൺ ചെയ്യിച്ചു. അപ്പോൾ ജനറേറ്റർ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും. അതാണ് Q കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് നേരെ എക്സോസ്റ്റ് ഗ്യാസ് പോകുന്നുണ്ട്. ആ എക്സോസ്റ്റ് ഗ്യാസ് പോകുന്നത് പറഞ്ഞാൽ ഹീറ്റ് റിക്കവറി ബോയിലറിലോട്ടാണ്. അവിടുന്ന് എന്ത് ചെയ്യും, സ്റ്റീം പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ആ ഹീറ്റ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ക്ലാസിഫിക്കേഷനിൽ നെക്സ്റ്റ് ആണ് ബോട്ടമിംഗ് സൈക്കിൾ. ഫസ്റ്റ് ടോപ്പിക് സൈക്കിൾ പറഞ്ഞു, ഇപ്പോൾ bottoming cycle. In a bottoming cycle, the primary fuel produces high temperature thermal energy. First എന്ത് ചെയ്യും, പ്രൈമറി ഫ്യൂൽ വെച്ചിട്ട് ഹൈ ടെമ്പറേച്ചർ തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. മറ്റൊരു എന്താ വെച്ചാൽ പവർ ജനറേറ്റ് ചെയ്തിട്ടായിരുന്നു തെർമൽ എനർജി ഉണ്ടായിരുന്നത്. ഇവിടെ തെർമൽ എനർജി ഹൈ ടെമ്പറേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഹീറ്റ് റിജക്ട് ചെയ്യണം എന്ത് ചെയ്യും, ഒരു റിക്കവറി ബോയിലറിലൂടെ ടർബൈൻ ജനറേറ്റർ കറക്കിയിട്ട് അവിടെ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും പവർ. Okay, bottoming cycles are suitable for manufacturing processes that require heat at high temperature in furnaces. Furnaces le high temperature le heat വേണ്ടതിന് നമ്മൾ bottoming cycle യൂസ് ചെയ്യും. And reject at heat at significantly high temperature. Okay. Typical areas of application include cement, steel, ceramic, gas and petrochemical industries. ഇവിടൊക്കെയാണ് അത് application. Bottoming cycle plants are much less common than topping cycle